ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് സമരം ചെയ്തത് ഞങ്ങൾ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് സമരം ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കറുടെ ഡൈസിൽ കയറാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചില ആളുകൾ കാണിച്ചതുപോലെ കോപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിക്കാം, മുണ്ടുമടക്കി കുത്തി അടിവസ്ത്രം കാണിച്ച് ഈ പറഞ്ഞ പരിപാടികളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അത് ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾ UDF ആണ്, ഞങ്ങൾ LDF അല്ല. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാണ്. ഓരോ ദിവസവും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രതിഷേധത്തെ തുടർന്നുകൊണ്ട് പ്രതിപക്ഷത്തു നിന്നുള്ള 3 MLA-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. അതിലൊരാൾ റോജി ജോൺ MLA ആണ്, അങ്കമാലി MLA ആണ്. MLA ഇപ്പോൾ സഭാ സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്തു. എന്തിനാണ് ഇങ്ങനെ സസ്പെൻഷൻ? കേരളത്തിൽ ഒരു കൊള്ള സംഘം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായി നാട് മുഴുവൻ കട്ടു. അതിനുശേഷം ഇപ്പോൾ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും കക്കാനിറങ്ങിയിരിക്കുകയാണ്. പരിപാവനമായ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റിയ കൊള്ള സംഘമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊള്ള സംഘത്തിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ജനാധിപത്യ രീതിയിൽ നടത്തിയത്. അത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. ശബരിമലയിൽ അതുപോലെ തന്നെ ശബരിമല ശാസ്താവിലും വിശ്വസിക്കുന്ന ലോകം മുഴുവനുമുള്ള വിശ്വാസികളുടെ വികാരമാണ്. കാരണം ആ വിശ്വാസികളെ വഞ്ചിച്ചിട്ടുള്ളൊരു സർക്കാരാണ്. അപ്പോൾ അതിനെതിരായി ഞങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് ശക്തമായ സമരം നടത്തുമ്പോൾ ആ സമരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ അത് ഞങ്ങളുടെ സമരത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതൊരു ജനാധിപത്യ രീതിയിലുള്ളൊരു സമീപനമല്ല പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഭരണപക്ഷത്ത് നിന്ന് വരുന്നത്. ജനാധിപത്യ രീതിയിലുള്ള സമീപനമാണ് എങ്കിൽ ഇങ്ങനെ പ്രതിഷേധിക്കില്ല, ഇങ്ങനെ വാച്ചന്മാരിനെ കൈയേറ്റം ചെയ്യില്ല എന്നൊക്കെയാണ് ഭരണപക്ഷം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജനാധിപത്യ സമീപനമല്ലേ സ്വീകരിക്കുന്നത്? അതായത് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന സഭാമര്യാദയും ജനാധിപത്യ രീതിയും എന്ന് പറയുന്നത് സ്പീക്കറുടെ ഡയസിൽ കയറി കസേര മറിച്ചിടുന്നതും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുന്നതും അടിവസ്ത്രം ലോകം മുഴുവൻ കാണിക്കുന്നതുമാണ്. ആ മര്യാദ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡ് ഉയർത്തി കാണിക്കുകയും ബാനർ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമാണ് എങ്കിൽ ഞങ്ങൾ ആ സമരവുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്ലക്കാർഡ് ഉയർത്തി ബാനർ ഉയർത്തി സമരം ചെയ്യുമ്പോൾ നിയമസഭയുടെ സ്പീക്കർ തന്നെ ആ ബാനറും പ്ലക്കാർഡും പിടിച്ചു മേടിക്കുവാനും സമരം ചെയ്യുന്ന പ്രതിപക്ഷാംഗങ്ങളുടെ മേൽ കുതിര കയറുവാനും വാച്ച് ആൻഡ് വാർഡിന് ആഹ്വാനം ചെയ്യുകയാണ്. അത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. ആ ചെയറിന് അപമാനമാണ്. ഇതിപ്പോൾ ഈ സസ്പെൻഷൻ നടപടി ഒരു ജനാധിപത്യ സമീപനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ 3 MLA-മാരെ സസ്പെൻഡ് ചെയ്യുക, അങ്കമാലി അതുപോലെ തന്നെ ചാലക്കുടി, കോവളം MLA-മാർക്ക് സസ്പെൻഷൻ. നിങ്ങൾ 2 അയൽക്കാരും കൂടിയാണ്, അങ്കമാലിയും ചാലക്കുടിയും. അല്ല, പാർലമെൻറ്റിൽ ലോക്സഭയിൽ സമരം ചെയ്യുന്ന പ്രതിപക്ഷ അംഗങ്ങളെ നരേന്ദ്രമോദിയുടെ സർക്കാരും സ്പീക്കറും സസ്പെൻഡ് ചെയ്യുന്നു. കേരള നിയമസഭയിൽ ഈ സർക്കാരിൻ്റെ കൊള്ളയ്ക്കെതിരെ സമരം ചെയ്യുന്ന UDF അംഗങ്ങളെ, കോൺഗ്രസ് അംഗങ്ങളെ പിണറായി വിജയൻ്റെ സർക്കാരും ഈ സ്പീക്കറും സസ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിയമസഭ തല്ലിപ്പൊളിച്ച ആളുകൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങൾ രചിച്ച ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊന്നും ഞങ്ങളെ ജനാധിപത്യം പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് സമരം ചെയ്തത് ഞങ്ങൾ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് സമരം ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കറുടെ ഡൈസിൽ കയറാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചില ആളുകൾ കാണിച്ചതുപോലെ കോപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിക്കാം, മുണ്ടുമടക്കി കുത്തി അടിവസ്ത്രം കാണിച്ച് ഈ പറഞ്ഞ പരിപാടികളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അത് ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾ UDF ആണ്, ഞങ്ങൾ LDF അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. ആ സമരത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള സമരങ്ങളെ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അല്ല, എന്നത് രസകരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അന്ന് പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ റോജി ഇപ്പോൾ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ സഭാ മര്യാദകൾ പഠിപ്പിക്കുന്നത്. സഭയിൽ ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല. കഴിഞ്ഞ ദിവസം സ്പീക്കറിൻ്റെ ഒരു പ്രതികരണം അടക്കം വലിയ തരത്തിൽ വൈറലായിരുന്നു. കാരണം കുഞ്ഞു കുട്ടികളടക്കം മേൽ ചെയറിലിരുന്ന് സഭാ നടപടികൾ കാണുകയാണ്. അപ്പോൾ അവിടെ കാണിക്കുന്നത് ആണോ കുട്ടികൾ കാണേണ്ടത് എന്നുള്ള ചോദ്യമാണ് സ്പീക്കർ ചോദിക്കുന്നത്. ചെകുത്താൻ വേദമോതുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ചെകുത്താൻ വേദമോതുന്നതാണ് നമ്മൾ കേരള നിയമസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പഴയ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. ഇന്നലെ കേരള നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി
ഒരു നിയമസഭാ അംഗത്തെ വളരെ മോശമായ രീതിയിൽ ബോഡി ഷെയ്മിംഗ് നടത്തി. അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കാത്ത പണിയാണ് ചെയ്തത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി ആ ബോഡി ഷെയ്മിംഗ് നടത്തിയപ്പോൾ അവിടെ ഇരുന്ന ആവേശത്തോടുകൂടി കൈയടിച്ച ആളാണ് ഇന്ന് പ്രമേയം അവതരിപ്പിച്ച മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ. ഇന്ന് നിയമസഭയിൽ ഭരണകക്ഷിയിലെ പല അംഗങ്ങളും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതായത് ചില വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ ഇന്ന് നിയമസഭയിൽ പരാമർശങ്ങൾ നടത്തി. ഇതൊന്നും സ്പീക്കർ കാണുന്നില്ല, ഇതൊന്നും പ്രമേയം അവതരിപ്പിച്ച മന്ത്രി MP രാജേഷ് കാണുന്നില്ല. അപ്പോൾ ഈ ആളുകളാണ് ഞങ്ങൾക്ക് മര്യാദയുടെ ക്ലാസ് എടുക്കാൻ വരുന്ന മര്യാദരാമന്മാർ. അതുകൊണ്ട് ഈ മര്യാദരാമന്മാരെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ സമരവും കേരളം കാണുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന സമരം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്കെതിരായിട്ടുള്ള സമരമാണ്. ശബരിമലയിലെ കൊള്ള എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, കോൺഗ്രസ് UDF അല്ല പറഞ്ഞത്. കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ശബരിമലയിലെ സ്വർണം മോഷണം പോയി, അവിടുത്തെ ദ്വാരപാലക ശില്പം മറ്റേതോ ആളുകൾക്ക് ഉയർന്ന വിലയ്ക്ക് വിറ്റു എന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇത്തരം കാര്യങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. ആ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. അവരുടെ പ്രതിഷേധമാണ് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ നിയമസഭയ്ക്ക് തുന്നിക്കുന്നത്. ഇനി സസ്പെൻഷൻ അല്ല, ഇനി തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതാണ്, ചെകുത്താൻ വേദമോതുന്ന പോലെയാണ് ഭരണപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനെയും UDF-നെയും സഭാ നടപടികൾ അല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് പരിഹാസ രൂപേണ റോജി M. ജോൺ MLA പറയുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും നരേന്ദ്രമോദി സർക്കാർ പ്രതിപക്ഷത്തോട് എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് പിണറായി സർക്കാർ കേരളത്തിലും പ്രതിപക്ഷത്തോട് ചെയ്യുന്നത് എന്നുള്ള വിമർശനം കൂടി റോജി ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് രാജേന്ദ്രനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.